ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് കിഡിലും സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ആരും സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 5 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ബ്രെഡ് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്കത് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യത്തെ 2 ബ്രെഡ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനത് ആദ്യത്തെ 2 എണ്ണം ഇതുപോലെ എടുത്ത് ബാക്കിയുള്ള 3 എണ്ണം ഞാൻ ഒരു ബ്രെഡ് 4 പീസാക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബ്രെഡ് 4 പീസ് അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഷേപ്പ് വേണമെങ്കിലോ അല്ലെങ്കിൽ ആദ്യം നമ്മൾ കട്ട് ചെയ്ത ഷേപ്പോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതെടുക്കാം. ഇനി ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെയാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കട്ട് ചെയ്ത് വെച്ച ബ്രെഡൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അത് മാറ്റി വയ്ക്കാം കേട്ടോ. ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് 1 കപ്പ് കടലമാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. കാശ്മീരി ഉണ്ടെങ്കിൽ അതിനെ ഇട്ട് കൊടുക്കുക. നല്ലൊരു കളറ് കിട്ടും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. അതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണും അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അരിപ്പൊടി ആകുമ്പോൾ നല്ല ക്രിസ്പിനെസ് കിട്ടും നമ്മൾ ഫ്രൈ ചെയ്ത് എന്ത് ഐറ്റംസിനും. അതിന് ശേഷം ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചതച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അരിയാതെ ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകും മാത്രം കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ആവശ്യമുള്ള വെള്ളമാണ്. വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് തന്നെ ആദ്യം ഒഴിക്കണ്ട, ചിലപ്പോൾ അത് ലൂസാവും ബാറ്റർ. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം മിക്സ് ചെയ്ത് നമുക്കറിയാമല്ലോ എത്രത്തോളം കുറവുണ്ട്. ഒരുപാട് ലൂസിലല്ല നമ്മളെ ബാറ്റർ വേണ്ടത്, ഒരു കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫോർക്ക് വെച്ചിട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അങ്ങനെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആക്കിയെടുക്കേണ്ടത്. ഇതിനൊക്കെ ഒരു പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഇതുപോലെ ഓരോ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ വലിയ പീസാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമനുസരിച്ച് ചെറുതോ എനിക്ക് ഒന്നാകെ ബ്രെഡ് വേണമെങ്കിൽ ഫുൾ കട്ട് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏത് ഷേപ്പാണ്, ട്രയാങ്കിൾ പോലെ ഷേപ്പാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക. കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾക്ക് ഓരോ ഷേപ്പുകൾ ഇഷ്ടമുണ്ടാവും. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കാൻ. കുട്ടികളൊക്കെ ഈവനിങ് ഒക്കെ വരുന്ന സമയത്തും ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സ്നാക്കാണ് കേട്ടോ. കഴിക്കാനും ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ബ്രെഡൊക്കെ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബ്രെഡൊക്കെ എടുക്കാം കേട്ടോ. കട്ട് ചെയ്യാതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഞാനതാ ഇട്ടതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അത് ചായയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല കാശ്മീരി ചില്ലിയൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ചെറിയൊരു സ്പൈസി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമായിരിക്കും അവർക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.